السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, ബഹുമാന്യരായ സഹോദര സഹോദരികളെ, 100 വർഷം പൂർത്തിയാക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിനമാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് സ്വല്പം പറയുക എന്ന നിലക്ക് കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയതും അവർക്ക് ഈ നാട്ടുകാർ നൽകിയ നിർലോഭമായ സഹകരണവും അതുവഴി മുസ്ലിങ്ങൾക്കുണ്ടായ പുരോഗതിയും അവർ നിർമ്മിച്ച പള്ളികളും പരമ്പരാഗതമായി ഇവിടെ നടന്നു വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളുമാണ് നാം സംസാരിച്ചത്. കഴിഞ്ഞകാല ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉത്തമമായൊരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകളുടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം. ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥം ലോകത്ത് ഏറ്റവും അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ഏതാനും വരികളാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കാഴ്ചയിൽ തൻ്റെ ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദീൻ വളരെ ചെറുതാണെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം, പ്രത്യേകിച്ച് മലബാറിലെ പോരാട്ടങ്ങൾ, അതിനവരെ നിർബന്ധിച്ച സാഹചര്യങ്ങൾ എല്ലാം വിശദീകരിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇസ്ലാമിക ആഗമനത്തിൻ്റെ മുമ്പ് തന്നെ കേരളത്തിന് വാണിജ്യാടിസ്ഥാനത്തിൽ, വ്യാപാര വ്യവസായ അടിസ്ഥാനത്തിൽ അറേബ്യയുമായി വലിയ ബന്ധമുണ്ട്. എന്നാൽ സഹാബാക്കളായ മഹാന്മാർ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനവുമായി വന്നതിനെ തുടർന്ന് ഈ വ്യാപാരം വളർന്നു വലുതാവുകയുണ്ടായി. നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ കച്ചവട ആവശ്യത്തിന് കേരളത്തിൽ വിദേശികൾ വന്നിരുന്നു, പ്രത്യേകിച്ച് അറബികൾ വന്നിരുന്നു എന്നത് ചരിത്രത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ മഹാനായ ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കാണുകയും താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് സഹാബി വര്യനായി അവിടെ താമസിക്കുകയും അതിനെ തുടർന്ന് കേരളത്തിലേക്ക് ഇസ്ലാമിക മിഷണറിമാർ വരികയും ചെയ്തു. അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഈ നാട്ടുകാർ ചെയ്തു. അതിൻ്റെ പ്രധാനമായ കാരണം അവരെ സംസ്കാര സമ്പന്നമായ ജീവിത രീതിയും സ്വഭാവ മഹിമയുമായിരുന്നു എന്നാണ് ഇന്നലെ ഞാൻ സംസാരത്തിൽ പറഞ്ഞത്. എന്നാൽ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ സുവർണ കാലഘട്ടമായിരുന്നു ഈ നാടിൽ നിന്ന് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. കേരളത്തിൻ്റെ തുറമുഖങ്ങളിൽ വളർന്നു വന്ന വ്യാപാരങ്ങളിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെയും മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു മേൽക്കോയ്മ. എന്ന് മാത്രമല്ല, മറ്റൊരു ശക്തിയും ആ സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല എന്നും ചരിത്ര വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കച്ചവടം, വ്യാപാര വ്യവസായമായിരുന്നു കേരളത്തിലെത്തിയ മുസ്ലിങ്ങളുടെ, അവരെ പിന്തുടർന്ന് ഇവിടെ മുസ്ലിങ്ങളായ ജനസമൂഹത്തിൻ്റെയും പ്രധാന വരുമാന മാർഗം വാണിജ്യ രംഗത്തായിരുന്നു, പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ മേഖലകളിലായിരുന്നു. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിക്കൊണ്ട് രൂപപ്പെട്ട ഈ ഇസ്ലാമിക മിഷനറി പ്രവർത്തനം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ജൂതരും
ക്രൈസ്തവരും എല്ലാം തന്നെ കേരളത്തിലേക്ക് എത്തിയതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ കൊടുങ്ങല്ലൂരിനെ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയും. AD 1344 AD 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കൊടുങ്ങല്ലൂരിൻ്റെ ശക്തി പ്രഭാവത്തെ തകർത്ത ശേഷമാണ് കോഴിക്കോടിൻ്റെ വളർച്ച തുടങ്ങിയത്. പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അതിനെ തുടർന്ന് കച്ചവട രംഗത്തും മറ്റുമൊക്കെ മാന്ദ്യം അനുഭവപ്പെടുകയുണ്ടായി കൊടുങ്ങല്ലൂരിൽ. അതുകൊണ്ടാണ് പിന്നീട് കേരളത്തിലെ പ്രധാന തുറമുഖ നഗരമായ കോഴിക്കോട് ഈ രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കുകയുണ്ടായി. മാത്രമല്ല, കോഴിക്കോട് കേന്ദ്രീകരിച്ച് സാമൂതിരി രാജാവ് ഭരിച്ചിരുന്ന ഒരു നല്ല കാലഘട്ടം. കേരളത്തിൻ്റെ ഭരണാധികാരികളെ ചരിത്രങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവിന് നമുക്ക് വ്യത്യസ്തനായി സാധിക്കും. തികഞ്ഞ മതേതര വിശ്വാസിയായിരുന്ന സാമൂതിരി നല്ല സ്വഭാവ മഹിമയോടുകൂടെ ജീവിക്കുന്ന, സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് നിർലോഭമായ സഹായ സഹകരണങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, എല്ലാവിധ വിഷയങ്ങളിലും മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കണ്ടതുകൊണ്ട് സാമൂതിരി രാജാവിൻ്റെ സൈന്യത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് വലിയ പങ്കാളിത്തം നൽകിയിരുന്നു. മാത്രമല്ല, മുസ്ലിങ്ങളുടെ കച്ചവടം, മറ്റു വ്യവസായ മേഖലകൾ എല്ലാത്തിലും സാമൂതിരി രാജാവ് വലിയ പ്രോത്സാഹനവും ചെയ്തു. അതിനോടൊപ്പം മുസ്ലിങ്ങൾക്ക് വളരാനും വികസിക്കാനും അതിനാവശ്യമായ പള്ളികളും മറ്റു ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പരിപൂർണമായ മതസ്വാതന്ത്ര്യം നൽകാനും മാത്രമല്ല, നാട്ടുകാരെ ഒരുമിച്ച് നിർത്തി ജാതി ചിന്തകൾക്ക് അതീതമായി മനുഷ്യരോട് സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന മുസ്ലിങ്ങളുമായുള്ള ഈ സഹവർത്തിത്വം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും ഉപകരിക്കുമെന്ന തിരിച്ചറിവായിരുന്നു സാമൂതിരി രാജാവിന് ഇങ്ങനെ ഒരു സഹകരണത്തിനെ പ്രേരിപ്പിച്ചത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനും മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്വന്തമായി വീട് പണിയാനും മാത്രമല്ല ഈ നാട്ടിലെ സ്ത്രീകളെ ഇണകളാക്കാനുമുള്ള സ്വാതന്ത്ര്യവും ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവ് ചെയ്തിരുന്നു എന്ന് തുഹഫത്തുൽ മുജാഹിദീനിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഗുണങ്ങളും സഹകരണങ്ങളുമാണ് സാമൂതിരിയിൽ നിന്ന് അന്നത്തെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നതെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിൽ എവിടെയും മുസ്ലിങ്ങൾക്ക് അധികാരമുള്ള നേതാവോ വിധികർത്താക്കളോ ഉണ്ടായിരുന്നില്ല. അതായത് നിയമം നടപ്പാക്കാൻ ആവശ്യമായ വിധികർത്താക്കളൊന്നും അക്കാലത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഭരണാധികാരികളെല്ലാം തന്നെ നാട്ടുരാജാക്കന്മാരാണല്ലോ, അവരെല്ലാം അവിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നിയമമനുസരിച്ചാണ് അന്ന് അവർ ഈ രാജ്യം ഭരിച്ചിരുന്നത്. പക്ഷേ മുസ്ലിങ്ങളിൽ ആരിൽ നിന്നെങ്കിലും പിഴ ഈടാക്കേണ്ട സന്ദർഭത്തിൽ പ്രസ്തുത നിയമമനുസരിച്ച് തന്നെ അവരിൽ നിന്നും ഈടാക്കിയിരുന്നു. മുസ്ലിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകിയെന്ന് നാം വായിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ ഒരു നിയമം എന്ന നിലയിൽ എത്രയാണോ നികുതി കൊടുക്കേണ്ടത്, എവിടെയാണോ ടാക്സ് അടയ്ക്കേണ്ടത്, അതുപോലെ കുറ്റങ്ങൾ ചെയ്താൽ അതിൻ്റെ അതിൻ്റെ ശിക്ഷകൾ എന്താണോ അതെല്ലാം മുസ്ലിം, ക്രൈസ്തവൻ, ജൂതൻ, ഹിന്ദു എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാമൂതിരി രാജാവ് നടപ്പാക്കിയിരുന്നു എന്ന് കാണാം. അല്ലാതെ മുസ്ലിങ്ങൾക്ക് നിർലോഭമായി സഹായം ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അവർക്ക് തോന്നിയ മാതിരി ജീവിക്കാൻ അവസരം നൽകിയെന്നല്ല. അവർക്ക് ഇവിടുത്തെ ഉത്തമ പൗരന്മാരായി അന്നത്തെ നാടിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കാനും അതിനോടൊപ്പം മതപ്രബോധനം നടത്താനും അവരിൽ ആകർഷിക്കുന്ന ആളുകൾക്ക് മുസ്ലിമാകാനും ആ മുസ്ലിമായ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാനും സ്വന്തമായി വീട് ഉണ്ടാക്കാനും
അതുപോലെ തന്നെ മറ്റു സർക്കാർ സർവീസിലെ ജോലികൾ എന്ന പോലെ പട്ടാളത്തിലും സൈന്യത്തിലും ജോലി ചെയ്യാനും മുസ്ലിങ്ങൾക്ക് അവസരം നൽകുകയുണ്ടായി സാമൂതിരി രാജാവ്. അതിനോടൊപ്പം ഇസ്ലാം ഒരു അച്ചടക്കമുള്ള മതമാണ് എന്ന് മനസ്സിലാക്കിയ സാമൂതിരി ആ മതത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ നിർദ്ദേശം മുസ്ലിങ്ങൾക്ക് നൽകി. പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത മുസ്ലിങ്ങളെ കണ്ടെത്തി മുസ്ലിം പണ്ഡിതന്മാരുടെ തീർപ്പനുസരിച്ച് നടപടി സ്വീകരിക്കാൻ വരെ സാമൂതിരി രാജാവ് തയ്യാറായി എന്ന് കാണാവുന്നതാണ് ചരിത്രത്തിൽ. അതുപോലെ അതിൻ്റെ കണക്കെടുക്കാനും അതുപോലെ മുസ്ലിങ്ങളിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെ തീർപ്പനുസരിച്ച് ശിക്ഷ നൽകാനും എല്ലാം സാമൂതിരി രാജാവ് തയ്യാറായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയാം. മുസ്ലിങ്ങളുടെ അതുപോലെ തന്നെ മുസ്ലിം ഒരു കൊലപാതകം നടത്തിയാൽ പകരം ആ കൊന്ന മുസ്ലിമിനെ കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റു ശിക്ഷാ നടപടികൾക്ക് വിധേയമായവർക്ക് അതെല്ലാം അവിടുത്തെ പണ്ഡിതന്മാരുടെ തീർപ്പും സമ്മതം പ്രകാരം ശിക്ഷ നൽകാനും ഗവൺമെൻറ് തയ്യാറായ കൂട്ടത്തിൽ ഒരു മുസ്ലിമിനെ നിയമം വഴി കൊല ചെയ്യപ്പെട്ടാൽ അവരെ ഇസ്ലാമിക ആചാരപ്രകാരം മുസ്ലിം ഖബർസ്ഥാനിൽ തന്നെ മറമാടാനുള്ള ഏർപ്പാടും സാമൂതിരി രാജാവ് ചെയ്തിരുന്നു എന്നും നമുക്ക് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മുസ്ലിം ഭവനങ്ങളിൽ അവരുടെ അനുമതി കൂടാതെ മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ പാടില്ല. അതായത് ഇപ്പം വിശുദ്ധ ഖുർആന്റെ നിയമമാണല്ലോ, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രവേശനാനുമതി നൽകണം, സലാം പറയണം. അവർ സലാം മടക്കിയെങ്കിൽ മാത്രമേ, മടക്കുന്നത് കേട്ടിട്ടില്ലെങ്കിൽ 3 വട്ടമെങ്കിലും ആവർത്തിക്കണം. 3 വട്ടം ആവർത്തിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ, ആളില്ല എങ്കിൽ തിരിച്ചു പോരണം. ഇതൊക്കെയായിരുന്നല്ലോ ഇസ്ലാമിൻ്റെ നിയമം. ആയിരുന്നു എന്നല്ല, അതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇന്നിപ്പോൾ സലാമിന് പകരം കോളിംഗ് ബെല്ലാണ്. അങ്ങനെ പല പുരോഗമനങ്ങളും മനുഷ്യർ നടത്തുന്നു എങ്കിലും ആ ബെല്ലടിച്ചും ആളുകൾ പ്രത്യക്ഷമായാൽ സലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീട്ടിലേക്ക് കയറേണ്ടത്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ ആചാരമര്യാദകളും അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ജീവിക്കാനും ആ ആചാരങ്ങൾക്ക് എതിരില്ലാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് മുസ്ലിങ്ങളുമായി സഹകരിക്കാനും എല്ലാം സാമൂതിരി രാജാവ് അവസരം നൽകിയെന്നും സൈനുദ്ദീൻ മഖ്ദൂം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് മുസ്ലിങ്ങൾ അഭയം നൽകരുതെന്നും അത്തരക്കാരെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കണമെന്നും സാമൂതിരി രാജാവ് മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ വളരെ ഒരു നല്ല നിലയിൽ, അതായത് പരിശുദ്ധ ശരീഅത്ത് അനുസരിച്ച് പൂർണ്ണമായും ജീവിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച ഇസ്ലാം അതനുസരിച്ച് ജീവിക്കാനും മരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് സാമൂതിരി രാജാവും അതുപോലുള്ള ഭരണാധികാരികളും മുസ്ലിങ്ങൾക്ക് നൽകി. AD 14-ാം നൂറ്റാണ്ടിലെ മലബാർ വർദ്ധിച്ച മുസ്ലിം സ്വാധീനത്തിൻ്റെ പിടിയിലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് എല്ലാത്തിലും താമസത്തിൽ, വസ്ത്രധാരണയിൽ, എല്ലാത്തിലും മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ചിട്ട അന്നും ഇന്നുമുണ്ട്. അന്നത്തെ ഇവിടുത്തെ മറ്റു മതക്കാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ശരിയായി വസ്ത്രം ധരിക്കുമായിരുന്നില്ലല്ലോ. സ്ത്രീകൾ പോലും മാറുമറക്കുമായിരുന്നില്ല. പുരുഷന്മാർ കോണകം മാത്രം ധരിച്ച് ബാക്കിയുള്ളതൊക്കെ പ്രത്യക്ഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുരുഷന്മാർ മുട്ടും പൊക്കിളും ഉൾപ്പെടെയുള്ള സ്ഥലം പുരുഷന്മാർ പൂർണ്ണമായും മറക്കുകയും അതുപോലെ തന്നെ അവർ അത്യാവശ്യ ജോലി സ്ഥലത്തും മറ്റൊക്കെയാണ്, ജോലി സന്ദർഭങ്ങളിൽ മറ്റുമാണ്. അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണിക്കാനുള്ള സാഹചര്യം ഉള്ളല്ലോ മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല വസ്ത്രം ധരിക്കും. അവയവങ്ങൾ മൊത്തം, അത് ഔറത്ത് മാത്രമല്ല, അവയവങ്ങൾ മൊത്തം മറയുന്ന രൂപത്തിൽ അവർ വസ്ത്രം ധരിക്കും. തല പോലും മറക്കും. കാലിലും കയ്യിലും സോക്സ് ധരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ. ചളിയിൽ നിന്നും ചേറിൽ നിന്നും മുസ്ലിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ജോലി സമയത്ത് മാത്രമേ പ്രത്യക്ഷമാക്കൽ അനുവദനീയമായ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തു കാണിക്കുകയുള്ളൂ. അതാണ് മുട്ടും പൊക്കിളും ഉൾപ്പെടെയുള്ള സ്ഥലം പൂർണ്ണമായും
ജോലി സമയത്ത് പോലും അവർ മറക്കും. ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ വെറും കോണകം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യന്മാരെ കണ്ട് മാത്രം പരിചയപ്പെട്ട ജനങ്ങൾ, അതുപോലെ മാറി മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ട് ശീലിച്ച ജനങ്ങൾ, അവരുടെ ഇടയിൽ പരിപൂർണമായി ഔറത്ത് മറച്ച ആണിനെയും പെണ്ണിനെയും വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിച്ച മുസ്ലിങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായി ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ വസ്ത്രവിധാനങ്ങളെ തന്നെ വലിയ ഇഷ്ടമായി. അതുപോലെ ചെറിയ ചെറിയ ഷെഡുകൾ, കുടിലുകൾ കെട്ടിയായിരുന്നു അന്നത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നത്. അവിടെയാണ് ഇവിടുത്തെ സർക്കാർ പെർമിഷനോടുകൂടെ അവർ കാശ് കൊടുത്തും അല്ലാതെയും ലഭിച്ച ഭൂമിയിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന വീടുകളൊക്കെ നല്ല കല്ലുകൊണ്ട് തറയിട്ട് നല്ല വൃത്തിയുള്ള ഭിത്തിയിൽ, അതുപോലെ തന്നെ നല്ല മേൽപ്പുരയുള്ള വൃത്തിയുള്ള സിറ്റൗട്ടും ബെഡ്റൂമും അടുക്കളയും ഡൈനിങ് ഹാളും ഒക്കെയുള്ള, അതിൻ്റെ ഒക്കെ പുറമെ തന്നെ ആർക്ക് വീട്ടിലേക്ക് കയറി വരുന്നവർക്കൊക്കെ തന്നെ അകത്ത് ചിലപ്പോൾ കാണാൻ പാടില്ലാത്ത സ്ത്രീകളുണ്ടാവുമല്ലോ. അതുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും വീട്ടിൻ്റെ മുന്നിൽ പടാപ്പുറം എന്ന് പേരിൽ അറിയപ്പെട്ടിരുന്ന വിശാലമായ വിശ്രമസ്ഥലവും എല്ലാം ഉള്ളതായിരുന്നു അന്നത്തെ മുസ്ലിങ്ങളുടെ വീട്. അതുപോലെ തന്നെ അവർ കച്ചവടം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കിയവരായതുകൊണ്ട് സമ്പന്നമായിരുന്നു അവരുടെ ജീവിതം. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇവരോട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വലിയ ആദരവ് വന്നു. കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും ജനങ്ങൾ ചളിക്കട്ട കൊണ്ടുണ്ടാക്കിയ ഓലമേഞ്ഞ പായക്കുടിലുകളിൽ താമസിക്കുകയായിരുന്നു അക്കാലത്ത്. അന്നാണ് കല്ലുകൊണ്ട് തറ കെട്ടി, അതുപോലെ നല്ല നല്ല ഉയരമുള്ള കാണാൻ ചേലുള്ള ഭിത്തി നിർമ്മിച്ച് അതിന്മേൽ മേൽക്കൂര പണിച്ച് നല്ല കൽച്ചുമരുള്ള മെച്ചപ്പെട്ട വീടുകളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. എല്ലാ നിലയിലും മുസ്ലിങ്ങളുടെ നിലവാരം മെച്ചപ്പെട്ടതായിരുന്നു എന്ന് സൈനുദ്ദീൻ മക്തും തങ്ങൾ തൻ്റെ തുഹഫത്തുൽ മുജാഹിദീനിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴുകിയെത്തി. എന്നാൽ അതിനിവിടെ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതിൽ പിന്നെ പ്രശ്നങ്ങൾ വന്നത് എപ്പോഴാണ്? പ്രശ്നങ്ങൾ വന്നത് 1998 മെയ് 20 വാസ്കോ ഡി ഗാമ അയാളുടെ സാന്നിധ്യം കേരളത്തിൽ അറിയാൻ തുടങ്ങിയ കാലഘട്ടം മുതലാണ് ഇതിനൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായത്. 1498 മെയ് 20 വാസ്കോ ഡി ഗാമയുടെ അധിനിവേശം ഇവിടെ അധിനിവേശം തുടങ്ങുകയായിരുന്നു. കോഴിക്കോട് കാപ്പാട് പന്തലായിനി കടപ്പുറത്ത് കപ്പിലിറങ്ങിയത് ഈ വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസുകാരനായ വർഗീയവാദി നമ്മുടെ കോഴിക്കോട് കാപ്പാട് പന്തലായിനി കടപ്പുറത്ത് കപ്പിലിറങ്ങിയത് 1498 മെയ് 20. അന്നായിരുന്നു ഈ സമുദായത്തിൻ്റെ പ്രയാസങ്ങൾക്ക് അധോഗതിക്ക് തുടക്കം കുറിച്ചത് എന്ന് വേണമെങ്കിൽ തുഹഫത്തുൽ മുജാഹിദിനെ പോലുള്ള ഗ്രന്ഥങ്ങളിലൂടെയുള്ള വായന നമുക്ക് വിവരം നൽകുന്നുണ്ട്. ചരിത്രങ്ങൾ മാത്രമല്ല, ചരിത്ര വിദ്യാർത്ഥികൾ അവർ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യകാല മുസ്ലിങ്ങൾക്കുള്ള സുവർണ കാലഘട്ടവും അവരനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയുമുള്ള നടത്തിയ പോരാട്ടവുമൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് സൈനുദ്ദീൻ മക്തും തങ്ങളുടെ ഈ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന ഏറെ പ്രസിദ്ധമായ മഹത്തായ ഗ്രന്ഥം. അങ്ങനെ ഈ വാസ്കോ ഡി ഗാമ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും മതമൈത്രിയും തകർക്കാനുള്ള ശ്രമമായിട്ടാണ് പന്തലായനിൽ കപ്പലിറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികളും മുസ്ലിം പണ്ഡിതന്മാരും സാധാരണക്കാരും ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യമല്ല എന്ന് ആദ്യം വാസ്കോ ഡി ഗാമ തിരിച്ചറിഞ്ഞു. അങ്ങനെ അയാളുടെ കുതന്ത്രങ്ങളൊന്നും നടപ്പിലാവുകയില്ല എന്ന നിലയ്ക്ക് അയാൾ താൽക്കാലികമായി തിരിച്ചുപോയെങ്കിലും 1502 അയാൾ ഈ നാടിനെ നശിപ്പിക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ വീണ്ടും വരികയായിരുന്നു. 1502
വന്നപ്പോൾ തന്നെ അയാൾ പോർച്ചുഗലിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വഴിയിലുടനീളം അയാളുടെ ആശയക്കാരല്ലാത്തവരെ ആക്രമിച്ചും കൊന്നും സമ്പത്ത് കട്ടുമുടിച്ചും വലിയ ഭീകരമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് അയാൾ ഈ രാജ്യത്തേക്ക് രണ്ടാമത് തിരിച്ചു വന്നത്. 1498 മെയ് 20 ആദ്യമായി പന്തലായനിൽ കപ്പലിറങ്ങിയ വാസ്കോഡി ഗാമ 1498 നവംബറിലാണ് തിരിച്ചു പോയത്. പിന്നീട് ഈ നാടിനെ എന്ത് വില കൊടുത്തും നശിപ്പിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ 1502 അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊലയും കൊള്ളിവെപ്പും അക്രമവും പിടിച്ചുപറിയും എല്ലാം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അന്ന് നോക്കൂ, ഇവിടുത്തെ ബ്രിട്ടീഷ് എഴുത്തുകാർ പോലും വേദനയോടുകൂടെ എഴുതി വച്ചതും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കണ്ണീരിൽ ചാലിച്ച് എന്ന് പറഞ്ഞാൽ വായിച്ചാൽ കണ്ണ് ഉണങ്ങുകയില്ല, ഹൃദയം ഒരിക്കലും അടങ്ങുകയില്ല, ഹൃദയം തേങ്ങിക്കൊണ്ടേയിരിക്കും, കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകും. അങ്ങനെയുള്ള വരികളാണ് വാസ്കോഡി ഗാമ 1502 കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ ക്രൂരതകളെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വിലയിരുത്തിയത്. അദ്ദേഹം വിലയിരുത്തിയ ഒരു പ്രധാനമായ ഒരു സംഭവം മാത്രം നമുക്കൊന്ന് കേൾക്കാം. മക്കയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ കോഴിക്കോട്ടെ പൗരപ്രമുഖൻ ഖാജ ഖാസിമിന്റെ അനുജൻ ഖാജ സയ്യിദിന്റെ കപ്പല് ഇയാൾ ആദ്യമായി ആക്രമിച്ചു. ഹജ്ജ് കഴിഞ്ഞ് വരികയായിരുന്നു. വലിയൊരു സംഘം 700ഓളം മുസ്ലിങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഹറമും മുത്തുനബിയുടെ ഹറമും സന്ദർശിച്ച് അറഫയും മിനയും മുസ്ദലിഫയും എല്ലാം അവിടെയെല്ലാം തങ്ങിയും താമസിച്ചും രാപ്പാർത്തും ചെയ്യേണ്ട അമലുകളെല്ലാം ചെയ്ത് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെപ്പോലെ ഹൃദയങ്ങളിൽ ദോഷങ്ങളൊന്നുമില്ലാതെ കപ്പലിൽ തിരിച്ചു വരുന്ന 700ഓളം മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ സഞ്ചരിച്ച ഖാജ ഖാസിമിന്റെ അനുജൻ ഖാജ സയ്യിദിന്റെ കപ്പൽ ഇയാൾ പിടിച്ചെടുത്തു. 700 മുസ്ലിങ്ങളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യമായി വാസ്കോഡി ഗാമ ചെയ്തതെന്താണ്? ആ 700 ആളുകളെയും അവരിൽ ആയുധങ്ങളില്ല എന്ന് ഉറപ്പാക്കി. ആയുധം ഉണ്ടാവില്ലല്ലോ, കാരണം അവർ ഹജ്ജിന് പോവുകയല്ലേ. ഹാജിമാരെ വസ്ത്രം എന്താ? പുരുഷന്മാരാണെങ്കിൽ ഒരു വെള്ള ഉടുമുണ്ടും പിന്നെ ഒരു ചുറ്റിപ്പൊതി പൊതുക്കുന്ന ഒരു പുതപ്പുമല്ലാതെ എന്താണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക? മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ മറ്റുമൊക്കെ അവർ യാത്രക്കനുസരിച്ച് കരുതി അതെല്ലാം തീർന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് പാപരഹിതരായി നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഈ മഹാന്മാരായ ആജിമാരെ കപ്പലോടുകൂടെ തടഞ്ഞു വെക്കുകയും പിന്നീട് അദ്ദേഹത്തെ അവരെ മോചിപ്പിക്കാതിരിക്കുകയും ഈ വിവരം അറിഞ്ഞ സാമൂതിരി രാജാവും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും അതുപോലെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരും ഇവിടുത്തെ ജനങ്ങളും എല്ലാം വാസ്കോഡി ഗാമയുടെ ദൂതന്മാരുമായി ചർച്ച നടത്തി പറയുന്ന സംഖ്യ മോചനദ്രവ്യമായി നൽകാം എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചിട്ടും മനുഷ്യത്വത്തിൻ്റെ കണിക പോലുമില്ലാത്ത പോർച്ചുഗീൽ തമ്മാടിയായ വാസ്കോഡി ഗാമ അതിനെ ഒന്നും തയ്യാറാകാതെ ആ മുസ്ലിങ്ങളെ ദിവസങ്ങളോളം കപ്പലിൽ പട്ടിണിക്കിട്ട് അവസാനം ഗോളങ്ങളാക്കി കരിക്കട്ടകളാക്കി കളഞ്ഞു. എന്നിട്ടാണ് അയാൾ ഈ കേരളത്തിലേക്ക് കരയിലേക്ക് കയറി വന്നത്. ഈ നിലക്ക് വന്നത് യാത്ര മധ്യ തന്നെ 700ഓളം പുണ്യാത്മാക്കളായ, അതായത് 700ഓളം അള്ളാഹുവിൻ്റെ വിരുന്നുകാരായ, അള്ളാഹുവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ദോഷങ്ങളെല്ലാം പൊരുത്തപ്പെടിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ദോഷങ്ങൾ ഏതുമില്ലാതെ തിരിച്ചു വരുന്ന മഹാന്മാരായ 700 ആജിമാരെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ, അതും കടലിലിട്ട് ചാമ്പലാക്കി അഗ്നിക്കിരയാക്കി കൊന്നിട്ടാണ് വാസ്കോഡി ഗാമ തിരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. നോക്കൂ, ഫുട്ബോൾ ജലത്തിൽ ഈ കഥകളൊന്നും അറിയാതെ ഒരു വർഗസ്നേഹമോ ബോധ്യമോ അല്ലെങ്കിൽ രാജ്യസ്നേഹമോ ഒന്നുമില്ലാത്ത ആളുകൾ പോർച്ചുഗലിൻ്റെ പതാക ഫുട്ബോൾ ലഹരിയിൽ ഉയർത്തുകയും
അതിന് മുത്തം നൽകുകയും അവരെ ആരാധ്യരായൊക്കെ അല്ലെ, ആദരവ് മാത്രമല്ല ആരാധനയിലേക്ക് വരെ പോകുന്ന ആദരവ് നടത്തി പോർച്ചുഗലിൽ മറ്റ് യൂറോപ്യൻ പിന്നെ ഫുട്ബോൾ താരങ്ങളെയും മറ്റ് കായിക താരങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് കേരളീയരെ, വിശിഷ്യ മലബാറുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് നിരപരാധികളായ വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും അവരെ സകല സ്വാധീനവും നശിപ്പിക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരായി നമുക്ക് കാണുമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്ന ദൗത്യം ഇവിടെ തുടക്കം കുറിച്ചത് വാസ്കോഡി ഗാമയാണ്. മാത്രമല്ല 700ഓളം ആജിമാരെ കത്തിക്കരിച്ച് കരിക്കട്ടകളാക്കി അവരെ നശിപ്പിച്ച ശേഷമാണ് വാസ്കോഡി ഗാമ കേരളത്തിലേക്ക് വന്നതുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ തുഹഫത്തുൽ മുജാഹിദീനിൽ എഴുതിയ വിശദീകരണമാണ് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഇതിനൊക്കെ ദൃക്സാക്ഷികളായ വിദേശികളും മറ്റൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് കണ്ണീരിൽ ചാലിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷിയായിരുന്ന പോർച്ചുഗീസുകാരൻ ലോപ്സ് തന്നെ പറഞ്ഞത്, ഈ ദുരന്തം വിവരിക്കാൻ എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല എന്നായിരുന്നു. പിന്നീട് വാസ്കോഡി ഗാമ തൊട്ടു പിന്നാലെ മറ്റു പല സംഘങ്ങളായി വന്നവരുമായി കൂട്ടുകൂടി കണ്ണൂരിലെ കോലത്തിരിയെയും കൊച്ചി രാജാവിനെയും കൂട്ടുപിടിച്ച് സാമൂതിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം പ്രജകൾക്കുമെതിരെ പറങ്കികൾ നീങ്ങി. അതിന് കാരണം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായും മുസ്ലിങ്ങളെ ഈ രാജ്യത്തിനോട് അങ്ങേയറ്റം സ്നേഹിക്കുകയും രാജ്യം ഭരിക്കുന്നവരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്ത മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കുക ഭരണാധികാരികൾ സ്വാഭാവികമായും ചെയ്യുന്ന സംഗതിയാണ്. എന്നാൽ അത് ഇഷ്ടപ്പെടാത്തവർ ആ ജാതിയിൽ ഉണ്ടാകും എന്നതും സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആളുകളെ കൂട്ടുപിടിക്കുകയാണ്. അതായത് സാമൂതിരി രാജാവ് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന തെറ്റായ ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ, അവരിൽപ്പെട്ട കുറച്ചാളോ കണ്ണൂരിലെ കോലത്തിരി രാജാവ്, കൊച്ചി രാജാവ്, ഇങ്ങനെയുള്ളവരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആള് എന്ന ധാരണയിൽ ഈ സാമൂതിരി രാജാവിൻ്റെ സൈന്യത്തെ തകർക്കാനുള്ള നീക്കമാണ് വാസ്കോഡി ഗാമ പിന്നീട് ചെയ്തത്. എന്നാൽ മുസ്ലിം സൈന്യം പറങ്കിക്കെതിരെ ആടരാടിയതും പോരാടിയതൊക്കെ നമുക്ക് ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്ത ചരിത്രമാണ്. അതിൻ്റെയൊക്കെ കുറേശ്ശെ വിവരണങ്ങൾ തുഹഫത്തുൽ മുജാഹിദ് നമുക്ക് കാണാം. മുസ്ലിങ്ങളോട് പോർച്ചുഗീസുകാർ ചെയ്ത ക്രൂരതകൾ കരളറിയിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അക്കാലത്തെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹഫത്തുൽ മുജാഹിദിൽ നിന്ന് ഒരു 4 വരി വായിച്ചു കേൾപ്പിക്കാം. ഏറ്റവും നിന്ദ്യവും നീചവുമായ രീതിയിലാണ് പോർച്ചുഗലുകാർ മുസ്ലിങ്ങളോട് പെരുമാറിയത്. അവരുടെ നിന്ദ്യതയും ക്രൂരതയും എണ്ണി വിവരിക്കാവുന്നതിലും അപ്പുറത്താണ്. അകാരണമായി മർദ്ദിക്കുക, പരിഹസിക്കുക, ചടിയും വെള്ളവും കടന്നു പോവേണ്ട സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളെ വാഹനമാക്കുക. ചളി നീന്തിക്കടക്കണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ട് നീന്തിക്കടക്കണമെങ്കിൽ മുസ്ലിങ്ങളെ വാഹനമാക്കി ഇവരതിൻ്റെ മേലെ സഞ്ചരിക്കുക. എത്ര ക്രൂരതയാണിത്! അതുപോലെ മുഖത്തേക്കും ശരീരത്തിലേക്കും കാർക്കിച്ചു തുപ്പുക, യാത്രകൾ മുടക്കുക, പ്രത്യേകിച്ച് ഹജ്ജ് യാത്രകളൊക്കെ കണ്ടില്ല. ഇക്കൊല്ലവും ഈ സ്വകാര്യ ഹാജിമാർക്കൊക്കെ പോകാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. പലതും പറയുന്നു. എന്നാൽ അത് പണ്ട് ഇതിനേക്കാൾ ക്രൂരമായിട്ട് വാസ്കോഡി ഗാമ പരീക്ഷിച്ചിരുന്നു. ഹജ്ജ് യാത്രകൾ മുടക്കുക, അവരെ സമ്പത്ത് കൊള്ളയടിക്കുക, പള്ളികളും മറ്റും അഗ്നിക്കിരയാക്കുക, മുസ്അബുകളും മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങളും നിന്ദിക്കുക, അത്തരം ഗ്രന്ഥങ്ങൾ കരിച്ചു കളയുക, പ്രവാചകരെ പരസ്യമായി പരിഹസിക്കുക, പള്ളികൾ അശുദ്ധമാക്കുക, കുരിശിനു മുമ്പിൽ കുമ്പിടിക്കുക, ഇസ്ലാം മതത്തിന് വിരുദ്ധമായ വാക്കുകൾ പറയാൻ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ പ്രേരിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നവർക്ക് പണം വാരിക്കോരി നൽകുക, മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കാൻ ക്രൈസ്തവ സ്ത്രീകളെ ആടയാഭരണങ്ങൾ അണിയിച്ച്, അതായത് ക്രിസ്ത്യൻ പെണ്ണുങ്ങളുടെ വസ്ത്രവിധാനങ്ങൾ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ട് നിർബന്ധമായി അണിയിക്കുക, ഹാജിമാരെയും മറ്റു മുസ്ലിങ്ങളെയും വിവിധങ്ങളായ പീഡനങ്ങളിലൂടെ വധിക്കുക,
പരസ്യമായി പ്രവാചകരെ ചീത്ത പറയുക, മുസ്ലിങ്ങളെ തടവുകാരായി പിടിച്ച് കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിക്കുക, അടിമകളെ വിൽക്കുന്നത് പോലെ വിൽപ്പനകളിൽ ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ടൗണിൽ കൊണ്ടുപോയി വിൽക്കുക. ഇത്ര ക്രൂരത! അടിമത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വാസ്കോഡിഗാമയുടെ ക്രൂരന്മാരായ അണികൾ ചെയ്തിരുന്നത് മുസ്ലിങ്ങളെ നല്ല നല്ല ചെറുപ്പക്കാരികളെയും പിടിച്ചെടുക്കുക, എന്നിട്ട് കൈകാലുകൾ ബന്ധിച്ച് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കപ്പെടുന്ന മുസ്ലിം പെൺകുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെ വിട്ടുകിട്ടാൻ വേണ്ടി അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാകാത്ത വലിയ സംഖ്യ പറഞ്ഞ് തർക്കിക്കുക, അതിൻ്റെ പേരിൽ പീഡനം നടത്തുക, ഇങ്ങനെ ഒരാൾക്കും പറയാനോ എഴുതാനോ കഴിയാത്ത ക്രൂരതകളാണ് അന്ന് വാസ്കോഡിഗാമയുടെ അഥവാ പോർച്ചുഗൽ തെമ്മാടിയായ വാസ്കോഡിഗാമയും അനുയായികളും മുസ്ലിം സമുദായത്തോട് ചെയ്തത്. അപകടം നിറഞ്ഞ ഇരുട്ടറകളിൽ മുസ്ലിങ്ങളെ താമസിപ്പിക്കുക, മലമൂത്ര വിസർജനാനന്തരം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നവരെ ചെരുപ്പ് കൊണ്ടടിക്കുക. നോക്കൂ സഹോദരന്മാരെ, അതൊക്കെ നിങ്ങളിന്ന് പന്തുകളിയുടെ ഭ്രമത്തിൻ്റെ പേരിൽ, അത് അന്നുള്ളവരാന്നല്ല, നമുക്കൊരു വർഗസ്നേഹം ഒരു രാജ്യസ്നേഹമൊക്കെ വേണ്ടേ? പന്തുകളിയായ പിന്നെ ഒക്കെ ലഹരിയായി ആർക്കും ആരെയും ആദരിക്കുക എന്നൊക്കെ ഇന്ന് ഫാഷനായി മാറിയപ്പോൾ നമ്മൾ ഓർക്കണം, അന്നൊക്കെ ഈ വർഗം, ഈ വാസ്കോഡിഗാമ അഥവാ പോർച്ചുഗലിലെ ക്രൂരനായ വാസ്കോഡിഗാമ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചെയ്ത ക്രൂരത, മലമൂത്ര വിസർജനാനന്തരം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുമ്പോൾ അവർ മുസ്ലിമാണെന്ന് അറിയുമല്ലോ. അപ്പം അവരെ ചെരുപ്പ് കൊണ്ടടിക്കുക, തീ കൊണ്ട് കുത്തുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഒരു കാരണവും കൂടാതെ മുസ്ലിങ്ങളെ അവർ മർദ്ദിക്കുകയും വിൽക്കുകയും അടിമകളാക്കുകയും താങ്ങാനാവാത്ത വേലകൾ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എത്ര കുലീന യുവതികളായ മുസ്ലിം സ്ത്രീകളെയാണ് അവർ തടഞ്ഞു വെച്ച് ബലാത്സംഗം ചെയ്തത്. അവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളായ ക്രിസ്തീയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും പ്രമുഖരെയും തടവിലാക്കുകയും ശിക്ഷിക്കുകയും വധിക്കുകയും ചെയ്യുന്നു. എത്രയോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ അവർ നിർബന്ധ മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനികളാക്കി. എന്തെല്ലാം നീചകൃത്യങ്ങളും ദുഷ്ചൈതികളുമാണ് അവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. നാവ് കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതും അങ്ങേയറ്റം ലജ്ജാവഹുമായിരുന്നു അവരെ ക്രൂരതകളെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തൻ്റെ തുഹഫത്തുൽ മുജാഹിദീനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹഫത്തുൽ മുജാഹിദീൻ്റെ ഭാഗം 4 അധ്യായം 2 പേജ് 41-42 വരെയുള്ളതാണ് ഞാൻ വായിച്ചത്. ഇതുവരെയുള്ള വരികൾ നോക്കുമ്പോൾ തന്നെ നോക്കൂ, നമുക്കിതിന് ഈ വായന തുടരാൻ സാധിക്കുന്നുണ്ടോ, ശ്രവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ നിലക്കുള്ള ക്രൂരതകൾ വാസ്കോഡിഗാമയും പിന്നീട് അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളെ ക്രൂരതയോടുകൂടെ പെരുമാറിയപ്പോഴാണ് മുസ്ലിങ്ങൾ ഇത്തരക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിന് സാമൂതിരിയെ സഹായിച്ച് മുന്നോട്ട് പോയത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് കടക്കാവുന്നതാണ്. അതല്ലാതെ നമ്മൾ ഇതൊക്കെ അറിയേണ്ടതും വായിക്കേണ്ടതുമാണെങ്കിലും ഇത്തരം ചരിത്രങ്ങൾ കൂടുതൽ വായിച്ചാൽ നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരന്നു കിടക്കുന്ന അത് ഈ വിശാലമായ ചരിത്രത്തിൽ എവിടെയും നമുക്ക് എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏതായാലും ഈ നാടിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ രക്തസാക്ഷികളായവരുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വാസ്കോഡിഗാമ വരുമ്പോൾ നോക്കൂ, ഹജ്ജ് കഴിഞ്ഞ് വരുന്ന മുസ്ലിങ്ങൾ 700 പേര് അവർ അഗ്നിക്കരയാക്കി എന്ന് കേട്ടല്ലോ, നമ്മളത് വായിച്ചല്ലോ. അവർക്കൊക്കെ അല്ലാഹു തആല രക്തസാക്ഷികളെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി നിലനിന്ന, അതുപോലെ മതത്തിൻ്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള പോരാട്ടം, അതിനോടൊപ്പം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനുള്ള പോരാട്ടം, അതിലെല്ലാം പങ്കാളികളായ മുഴുവൻ ആളുകളും അവർക്കൊക്കെ അള്ളാഹു രക്തസാക്ഷിത്വത്തിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശദീകരണം നമുക്ക് നിർത്താം. നമ്മൾ പറഞ്ഞു വരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ ചരിത്ര നാൾവഴികളാണ്. അതിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ മുമ്പ് കേരളത്തിലേക്ക് ഇസ്ലാം വന്നതും അതുപോലെ ആ മുസ്ലിങ്ങൾ അനുഭവിച്ച സുഖസൗകര്യങ്ങളും, എന്നാൽ ഇവിടുത്തെ വിദേശികൾ ഇവിടെ വന്നുകൊണ്ട് നടത്തിയ അക്രമവും അതിനെ മുസ്ലിങ്ങൾ സഹിച്ചപ്പോഴുണ്ടായ കൊടും ക്രൂരതകളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി